പത്തനംതിട്ടയിൽ എഐജി വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം അപകടത്തിൽപ്പെട്ട കേസിലെ എഫ്ഐആറിൽ മാറ്റം വരുത്തും. എഐജിയുടെ സ്വകാര്യ വാഹനം ഇടിച്ച് കാൽനട യാത്രക്കാരനായ ഹോട്ടൽ തൊഴിലാളിക്ക് പരിക്കേറ്റിരുന്നു. ഇതിൽ കാൽനട യാത്രക്കാരനെതിരെയായിരുന്നു കേസെടുത്തിരുന്നത്. ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതോടെയാണ് എഫ്ഐആർ തിരുത്താൻ തയ്യാറായത്. എഐജിയുടെ സ്വകാര്യ വാഹനം ഓടിച്ച പോലീസ് ഡ്രൈവർ തന്നെ ഇനി കേസിൽ പ്രതിയാകും. എസ് നന്ദുഷ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നന്ദുഷ, ഈ സംഭവം നോക്കുകയാണെങ്കിൽ വളരെ വിചിത്രമായൊരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ പരിക്കേറ്റ കാൽനട യാത്രക്കാരനെ പ്രതിയാക്കുന്നൊരു തീരുമാനം ഇപ്പോൾ അതിൽ മാറ്റം വരുമല്ലേ? അതേ അമൃത, കഴിഞ്ഞ മാസം 30-നാണ് തിരുവല്ലയിലെ കുറ്റൂരിന് സമീപം എഐജി വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം ഓടിച്ചിരുന്ന പോലീസ് ഡ്രൈവർ സ്വന്തമായ വാഹനം ഓടിച്ചതിനെ തുടർന്ന് കാൽനട യാത്രികനായ നേപ്പാൾ സ്വദേശിക്ക് അപകടം സംഭവിച്ചത്. പിന്നീട് ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു. ഇപ്പോഴും അദ്ദേഹം അതീവ ഗുരുതരാവസ്ഥയിലാണ് തുടരുന്നത്. അതിനിടെയാണ് ഈ വിഷയം അന്വേഷിച്ച തിരുവല്ല പോലീസ് ഇതിൽ കാൽനട യാത്രികനെതിരെ കേസെടുത്ത് എഫ്ഐആർ ചാർജ് ചെയ്തത്. ഇത് പിന്നാലെ വലിയ വിവാദമായിരുന്നു. വിനോദ് കുമാറിന്റെ പൂർവ്വകാല ചരിത്രം ഉൾപ്പെടെ അടക്കം പരിശോധിക്കുന്ന തരത്തിൽ, അതായത് അദ്ദേഹം പത്തനംതിട്ട SP ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വിവാദങ്ങൾ അടക്കം ഇഴകേറി പരിശോധിക്കുന്ന രീതിയിലേക്ക് ഈ വിവാദം മാറിയിരുന്നു. പിന്നീടാണ് എഫ്ഐആർ തിരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങിയത്. പത്തനംതിട്ട SP-ക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഇത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അദ്ദേഹം ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ചാണ് വിഷയം അന്വേഷിക്കുന്നത്. ഈ വിഷയത്തിന്റെ വിശദമായ റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ SP-ക്ക് കൈമാറുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും എഐജിയുടെ വാഹനം ഓടിച്ച പോലീസ് ഡ്രൈവറെ തന്നെ പ്രതിയാക്കിക്കൊണ്ട് പുതിയ എഫ്ഐആർ ഇടാനാണ് നിലവിൽ പോലീസിന്റെ നീക്കം. ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ കോടതിക്ക് മുൻപാകെ സമർപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. അമൃത. ശരി നന്ദുഷ.